കാലില് രണ്ട് കാലിന്റെ ഈ ഭാഗത്ത് ഇതാണ് ഏറ്റവും വലിയ മുറിവ് പറയുന്നത്. അങ്ങനെ കാലിന്റെ പല ഭാഗത്തും ഉണ്ട്. കയ്യെ കടിച്ചിട്ടുണ്ട്. ഇറങ്ങി വരേണ്ടതാണ്. ആണല്ലേ? അതെ. നമ്മളെ കയറി നമ്മളെ കടിക്കുമോ പാമ്പ്? ഇല്ല, ഉണ്ടെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേട്ടനെ കടിക്കണ്ട. പിന്നെ പേപ്പട്ടി രണ്ട് പേപ്പട്ടി, 2 പ്രാവശ്യം മഞ്ഞപ്പിത്തം, 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. ഇത്രയൊക്കെ തരണം ചെയ്യാൻ ഇത്രയും ചെയ്തല്ലോ. ഇത്രയും നമ്മളെ ദ്രോഹിച്ച് ഈ പരിവാക്കി എന്റെ ആ ജീവിതം, ഒരു മനുഷ്യ ജീവിതം ഇല്ലാതാക്കി. അപ്പൊ ഇനി ഇവരിൽ നിന്ന് തന്നെ മരണപ്പെടണം. ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം കവുഞ്ചേരി ഉദയകുമാർ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളോ അല്ല അങ്ങനെ മറ്റു പലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും. നമ്മുടെ വീട്ടിലോ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളടക്കം നമുക്ക് തന്നെ പേടിയായിരിക്കും. 20 തവണ പാമ്പ് കടി ഏറ്റ ഒരു ചേട്ടനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. എന്താണ് ഇങ്ങനെ പാമ്പ് കടിച്ചെന്നുള്ളൊരു വാർത്തയാണല്ലോ നമ്മളിവിടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞത്. സംഭവം എന്ത് വരുന്നത് എൻ്റെ ഒരു കഥ? ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം എന്നെ പിറവന്തൂർ വെച്ചാണ് ആദ്യം പാമ്പ് കടിക്കുന്നത്. റബ്ബർ പോയപ്പോൾ അത് ആളുകൾ കാണാതിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തുടരെ ഓടിച്ചിട്ട് കടിക്കാണ്. ചുമ്മാതെ പോകുമ്പം ഇഴഞ്ഞു വന്ന് കടിക്കുമല്ലോ, ഞാൻ ഓടും. കാണുമ്പോൾ ഓടിയാലും നമ്മൾ ഓടിച്ചിട്ട് അടിക്കുമോ? നിരന്തരം 1 മാസത്തിൽ 3 പ്രാവശ്യം കടിച്ചു തരണം. ചികിത്സയും കഴിഞ്ഞേച്ച് വന്നിരുന്ന് പിറ്റേന്ന് മുറ്റത്തോട്ടണം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ഓടി വന്നു എന്നെ വീണ്ടും കടിക്കും. അന്നേരം അവിടെ മാറി. ഇത് സ്വന്തം സ്ഥലമാണ്? ഇത് സ്വന്തം. അമ്മയുടെ പേര് കിടക്കുന്ന 2 സെന്റ് സ്ഥലമുണ്ട്, എനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ ഈ വീട്ടിൽ വെച്ച് പാമ്പ് കടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് എന്റെ മേത്തൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. കടിച്ചിട്ടില്ല. അപ്പം ഈ വീട്ടിലാണ് താമസിക്കുന്നത്? അതെ. അല്ലേ? അതെ. ഇത് വീടെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇത് ഷെഡാണല്ലോ. എനിക്കത് കയറി ഒന്ന് കിടക്കാം. അതേ ഉള്ളൂ. പിന്നെ കാറ്റടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, പ്ലാസ്റ്റിക് എല്ലാം മാറിപ്പോയി. അതെ. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാത്രം. പ്ലാസ്റ്റിക് ഉണ്ടല്ലോ. അതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഹരിധർമ്മ കൊണ്ട് സ്റ്റിക്കർ ഒടിച്ചല്ലേ? പ്ലാസ്റ്റിക്കിൽ തന്നെ സ്റ്റിക്കർ ഒടിച്ചു. ഇവിടുത്തെ പ്ലാസ്റ്റിക് കൊണ്ടുവരും. എന്തായാലും ഇത് അഴിച്ചോണ്ട് പോയ കാര്യം. അപ്പൊ 20 തവണ പാമ്പ് കടിച്ചിട്ടും ശരീരത്തൊക്കെ കടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും കടിച്ചിട്ടുണ്ട്. എവിടെ കടിച്ചൊന്ന് കാണിക്കാൻ വന്നു? കയ്യില്, കാലില്, രണ്ട് കാലിന്റെ ഈ ഭാഗത്ത് ഇതാണ് ഏറ്റവും വലിയ മുറിവ് പറയുന്നത്. അങ്ങനെ കാലിന്റെ പല ഭാഗത്തും ഉണ്ട്. കയ്യെ കടിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തും കടിച്ചിട്ടുണ്ട്. കിടന്ന സമയത്ത് കടിച്ചിട്ടുണ്ട്. അപ്പൊ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം? ഞാൻ ഒറ്റയ്ക്കാണ് താമസം. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല, ഞാൻ വാങ്ങില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 62 വയസ്സ് കഴിഞ്ഞു. 62 വയസ്സ് കഴിഞ്ഞു. ഇതിന്റെ ഇവിടെ താമസം? ഇവിടെ തന്നെ. രാത്രി പകലൊക്കെ ഇവിടെ? രാത്രിയിലും പകലും എല്ലാം. രാത്രി ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് വാക്കും. ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മൾ നോക്കാമല്ലോ അല്ലേ? എടുക്കുന്നതും കുടിക്കുന്നതും എല്ലാം ഇതിനകത്ത് തന്നെ. ഇവിടെ പാമ്പ് ഉണ്ടോ? ഇവിടെ ഇരിപ്പുണ്ടോ പാമ്പ്? അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്നെ കണ്ട ഇറങ്ങി വരേണ്ടതാണ്. ആണല്ലേ? അതെ. നമ്മളെ കയറി നമ്മളെ കടിക്കുമോ പാമ്പ്? ഇല്ല, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേട്ടനെ കടിക്കേണ്ടത്. എന്നെയാണ് കടിക്കേണ്ടത്. ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ട്. ചെങ്കുരൻ വന്നിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്തിട്ടില്ല. മേത്തോടെ കയറി ഇറങ്ങി പോകണക്കെ, ഞാൻ കടലിലേക്ക് കിടന്നൊക്കെ മേത്തോടെ കയറി ഇറങ്ങി പോകണക്കെ എന്നെ കടിച്ചിട്ടില്ല. ചെങ്കുരൻ കടിച്ചിട്ടില്ല? ഇവിടെ വെച്ച് കടിച്ചിട്ടില്ല. എന്താ പറ്റി വീട്ടിൽ വെച്ച് കടിക്കാത്തത്? എന്തോ ഏറ്റവും കൂടുതൽ നമ്മള് ഈ വഴിയാത്ര പോകുമ്പോഴും കാര്യങ്ങൾ 3 എണ്ണം ഏതുകൊണ്ട് നല്ല മനസ്സുള്ള പാമ്പായിരുന്നു. അറിയാം, നമ്മളെ പേഴ്സണായിട്ട് അറിയാം. 3 എണ്ണം എന്നെ കടിച്ചില്ല. അത് ഇവിടെ വെച്ചല്ല, പല ഭാഗത്തും വെച്ചു. അതല്ലേ? അപ്പം 20 തവണ കൂടുതൽ കടിച്ചിട്ടുണ്ടോ? 20 തവണ. പിന്നെ കരിഞ്ചലന്തി, പിന്നെ ഈ കുറുക്കൻ, പിന്നെ പേപ്പട്ടി, 2 പേപ്പട്ടി, 2 പ്രാവശ്യം മഞ്ഞപ്പിത്തം, 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. ഇത്രയൊക്കെ തരണം ചെയ്യാൻ നിൽക്കുന്നു. ഇനി കൂടുതൽ വലിയൊരു കൊട്ടാരം എന്നെ കൊണ്ട് പണിയാൻ പറ്റില്ല. ഇത് തന്നെ എൻ്റെ ഒരു വലിയ കൊട്ടാരമാണെന്ന് ഞാൻ പറയുന്നു. കണ്ടില്ലേ? മണ്ടൻ, എല്ലാം മണ്ടൻ. ഞാനും ഒരു മണ്ടനാണ്. അല്ല പിന്നെ 20 തവണ പാമ്പടി കയറ്റിട്ടും മരണപ്പെട്ടിട്ട് അതൊരു അതിശയം തന്നെ. ഇനി പാമ്പ് പിടിച്ച് തന്നെ മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനിയും പാമ്പ് പിടിച്ച് മരിക്കണം തന്നെ. അതെ, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇത്രയും ചെയ്തല്ലോ. ഇത്രയും നമ്മളെ ദ്രോഹിച്ച് ഈ പരിവാക്കി എന്റെ ആ ജീവിതം, ഒരു മനുഷ്യ ജീവിതം ഇല്ലാതാക്കി. അപ്പൊ ഇനി ഇവരിൽ നിന്ന് തന്നെ മരണപ്പെടണമെന്ന് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ട് വിവാഹം കഴിക്കാഞ്ഞത്? പാമ്പൊടി കാരണം. അതെ. കാരണം വിവാഹം കഴിച്ചാല് പെണ്ണെ ദുരിതപ്പെടുത്തണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ ഞാനത്. അതൊരു നല്ല മനസ്സായിരുന്നു കേട്ടോ. സ്വന്തം ജീവിതം കളഞ്ഞാലും മറ്റൊരു ജീവിതം ഇല്ലേ? ഇല്ല. അതെ, എന്തായാലും അത് നല്ലൊരു മനസ്സിന് ഉടമയായോണ്ടാണ് ഇത്രയും സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. എന്റെ ജീവിതവും പോയി. അതെ. ഇനിയിപ്പോ മറ്റൊന്നിനെയും കൂടെ ഞാൻ ഇതിനെ ഏൽപ്പിക്കുന്നു. സത്യമാണ്. എനിക്ക് ഒന്നിനോടും ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ്. അതെ. ഇങ്ങനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാമ്പ് കടിച്ചാൽ എനിക്ക് മരിക്കണം. ആ ഒരു ആഗ്രഹമുള്ളൂ. ആഗ്രഹമുള്ളൂ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല.
വെച്ചെങ്കിൽ വെച്ച് കഴിച്ചെങ്കിൽ കഴിച്ച് ഇല്ലെങ്കിൽ ഇല്ല, ഉറങ്ങിയെങ്കിൽ ഉറങ്ങി. ഇപ്പൊ എനിക്ക് ഒരുപാട് കുറവുണ്ട്. ഭക്ഷണം കുറവുണ്ട്. അങ്ങനെ കഴിക്കാൻ ഉണ്ടെങ്കിലും കഴിക്കാൻ ഒക്കത്തില്ല. 15 ദിവസത്തിൽ കൂടുതൽ ഉറക്കക്കുറവാണ്. ഉറക്കമേ ഇല്ല. ഈ പാമ്പ് കടി വന്നതിന് ശേഷമാണ്. എല്ലാ തൊഴിലും ചെയ്യുമായിരുന്നു എൻ്റെ ഈ പാമ്പ് കടിക്കുന്നതിന് മുമ്പ്. ഏത് തൊഴിൽ പറഞ്ഞാലും മരത്തേലും കയറുമായിരുന്നു, കിണറ്റിൽ ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ഇതൊന്നും വയ്യ. എന്തെങ്കിലും വേറെ അരി മേടിക്കാനൊക്കെ എന്നുള്ളത് നല്ല മനസ്സുള്ള 1-2 പാർട്ടികൾ എന്ന് പറഞ്ഞ് കുറെ മരം വെട്ടി ആദായം എടുത്തു. മറ്റു ജോലികളൊന്നും ഇപ്പൊ ഇല്ല. ജോലിക്കും പോകാൻ വയ്യ. അവസ്ഥയിലാണ്. നമുക്ക് ആരുമില്ല. ശരീരം ശോഷിച്ചു. നേരത്തെ നല്ല ശരീരമായിരുന്നു. ഇപ്പൊ എല്ലാം മൊത്തം തകർന്നു. ആരുമില്ല. അപ്പൊ ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ആരുമില്ല. ആര് തരാനാ? ഞാനെന്തേലും ഇവർ ആരെങ്കിലും ഈ വെട്ടാൻ വിളിച്ച് പകുതി വെട്ടി എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് തരുന്നത് കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. അല്ലാതെ 1 രൂപയുടെ വരുമാന മാർഗമില്ല. കുഞ്ഞുനാൾ മുതൽ കൂലിവേല ചെയ്തായി. അച്ഛൻ കുഞ്ഞുനാളിലേ മരിച്ചു. പിന്നെ അമ്മ മരിച്ചിട്ട് 19 വർഷം കഴിഞ്ഞു. പിന്നെ 2 സഹോദരന്മാരുണ്ട്, ഒരു പെങ്ങളുണ്ട്. അവരെല്ലാം പല വഴിക്കും അവരുടെ കാര്യം നോക്കി. ഞാൻ ആരെയും കഷ്ടപ്പെടുത്താൻ ഞാൻ പോകുന്നേയില്ല. എൻ്റെ കാര്യം ആരും അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനോ ഇങ്ങനായി. പിന്നെ നിങ്ങളെന്തിനാ സ്വന്തം സഹകരണമെന്ന് പറഞ്ഞത് എന്നെ സംരക്ഷിക്കുമോ നോക്കുമോ ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും കൂടുതൽ നിറയിക്കാതെ പാമ്പ് പിടിച്ച് മരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നല്ല വീട് വെക്കണമെന്ന് ഇത് തന്നെ വലിയൊരു ആഗ്രഹം. വലിയൊരു വീടായിരുന്നു എനിക്ക്. വലിയൊരു വീടാണ്. കണ്ടില്ലേ, എല്ലാം പ്ലാസ്റ്റിക് ഇട്ട എല്ലാം ഈ പൊതിഞ്ഞിട്ടിരിക്കുന്നത്. ഇതിനകത്തെല്ലാം പാമ്പ് കയറി വരാൻ നല്ല സൗകര്യമുണ്ട്. കഥ പോലും ഇല്ലല്ലേ? ഒന്നുമില്ല. കൊല്ലം ജില്ലയിലെ പത്തനാപുരം കമൂഞ്ചേരി ഉദയകുമാർ എന്ന 62-കാരന്റെ ജീവിത കഥയാണ് റെഡ് മീഡിയ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 62 വയസ്സിനുള്ളിൽ 20 തവണയാണ് ഉദയകുമാർ ചേട്ടനെ പാമ്പ് കടിച്ചിട്ടുള്ളത്. പിറവന്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ കീറി മുറിഞ്ഞ ടാർപ്പയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ കാണാതെ പോകരുത്. ഒറ്റയ്ക്കുള്ള ജീവിതത്തെയാണ് ഏകവലയം എന്ന ടാർപ്പ കൊണ്ട് മറച്ച വീടിന് പേരിട്ടിരിക്കുന്നത്. റെഡ് മീഡിയ ന്യൂസ് പത്തനാപുരം. അപ്പോൾ 20 തവണയോളം സ്വന്തം ശരീരത്ത് പാമ്പ് കടി ഏറ്റിട്ടുണ്ട് ഈ ചേട്ടന്. ഈ ചേട്ടൻ വെറുതെ ഇരിക്കുമ്പോഴും നടന്നു പോയാലും എവിടെ പോയാലും ഓടിച്ചിട്ടാണ് കടിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു ചേട്ടൻ്റെ ജീവിതം തന്നെ ഈ പാമ്പ് കാരണം ജീവിതമേ പോയി. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഏകാലയം എന്നാണ് ഈ ഒരു വീടിൻ്റെ പേര്. ഇതിന് വീടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു ടാർപോളിനെ കിട്ട ഒരു ഷെഡിലാണ് ഈ ചേട്ടൻ താമസിക്കുന്നത്. ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഏകാലയം എന്ന് പേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഏകാലയം എന്ന് പേരിട്ടത്. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങളും വല്ലോ കൊറോണ സമയത്ത് 1 മാസം എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അത് മാത്രമേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ചേട്ടന്റെ കഥ നിങ്ങൾ അറിയണം. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. തുടർന്നും പുതിയ വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.